ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ പോയതായും ഈ ആയുധങ്ങൾ കപ്പൽ തുറയിൽ നിർത്തിയിട്ട് പോകേണ്ടതായിരുന്നു. എന്നാൽ സ്പെയിൻ ഗവൺമെന്റ് മിഡിൽ ഈസ്റ്റിലുള്ള സമാധാനം കാരണം, അതായത് സമാധാനം കൊണ്ടുവരണം എന്നുള്ള ഒരേ ഒരു ഉദ്ദേശം കാരണം ഈ ഒരു പ്രത്യേക ആയുധങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലിന് ഡോക്കിംഗ് പെർമിഷൻ കൊടുത്തില്ല എന്ന ഒരു വിവരം വരുന്നു. അതുകൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറാന്റെ പ്രസിഡന്റ് അദ്ദേഹം മരിച്ചു എന്നുള്ളത്. ഇറാന്റെ പ്രസിഡന്റിനെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവർ വിളിക്കുന്നത് ബച്ചർ ഓഫ് ഇറാൻ എന്നാണ്. അത്രത്തോളം കൂടുതൽ മനുഷ്യരെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെയുള്ളവർ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതനുസരിച്ച് വെസ്റ്റേൺ മീഡിയാസ് പറഞ്ഞത് ഇറാനിൽ എല്ലാവരും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയാണ് എന്ന്. ഇന്നത്തെ വീഡിയോ എന്നത് ഈ രണ്ട് വാർത്തയ്ക്കുള്ളിലെ പല കാര്യങ്ങൾ, ഇതെല്ലാം സത്യമാണോ, ഇത് എത്രത്തോളം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നുള്ളതും കാണാം. ആദ്യത്തെ കാര്യം, ഇന്ത്യയിൽ നിന്ന്, അതും പ്രധാനമായി ചെന്നൈയിൽ നിന്ന് 80,000 യൂണിറ്റോളം 120 mm മോട്ടോർ ഷെൽസ് ഇസ്രായേൽ പോയതായി ഒരു ന്യൂസ് വന്നു. അങ്ങനെ ഇസ്രായേലിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉള്ളതിൽ വെച്ച് ഷോർട്ടസ്റ്റ് ലൂട്ട് എന്നത് ഗൾഫ് ഓഫ് ഏഡൻ വഴി പോകുന്നതാണ്. എന്നാൽ ആ ഒരു ഭാഗത്ത് യമന്റെ ഹൗതീസ്കാർ ഇസ്രായേലിനെ നോക്കി പോകുന്ന എല്ലാ കപ്പലുകളെയും നശിപ്പിക്കുമെന്ന് പറയുന്നു. അതിനാൽ ഈ ഒരു പ്രത്യേക കപ്പലിനെ ആ ഒരു ഭാഗത്തുകൂടെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നതുകൊണ്ട് നമ്മൾ ചുറ്റിപ്പോകാൻ പദ്ധതിയിട്ടു. അതായത് ആഫ്രിക്കയ്ക്ക് താഴെ പോയി അങ്ങനെ അകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ സ്പെയിൻ വഴി തന്നെ പോകണം. സ്പെയിനിലേക്ക് കയറുമ്പോൾ സ്പെയിനിലുള്ള ഒരു പോർട്ടിൽ കപ്പൽ തുറയിൽ നിർത്തി വീണ്ടും ഫ്യൂവൽ എന്തെങ്കിലും റീചേഞ്ച് ചെയ്യണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചരക്ക് ഇറക്കാനുണ്ടോ, ഇക്കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോകാനാണ് തീരുമാനിച്ചത്. പക്ഷേ ഇവിടെ സ്പെയിൻ ചെയ്തൊരു കാര്യം, സ്പെയിൻ ഗവൺമെന്റ് ചെയ്തത്, മിഡിൽ ഈസ്റ്റിൽ ഞങ്ങൾ സമാധാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ പോകുന്നു എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല, അതിനാൽ ഞങ്ങളെ കൊണ്ട് ഈ ഒരു കപ്പലിന് ടോക്കൺ നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ മീഡിയാസ് എല്ലാത്തിലും അപ്പോൾ ഇസ്രായേലിന് ഇന്ത്യ ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇസ്രായേലിന് തീർച്ചയായും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ പോകുന്നുണ്ട്, പക്ഷേ ആയുധങ്ങളെല്ലാം ഇസ്രായേലിയൻ കമ്പനിയിൽ നിന്നാണ്. ഇസ്രായേലിന്റെ കമ്പനീസ് ഒരുപാട് ഇന്ത്യയിലുണ്ട്, അവർ ഡ്രോൺ നിർമ്മിക്കുന്നുണ്ട്, ആ ഡ്രോണുകളെല്ലാം ഇസ്രായേലിലേക്ക് പോകുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ മുഴുവനായും ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന ഇന്ത്യൻ ആയുധങ്ങൾ എന്നത് ഇസ്രായേലിലേക്ക് പോയതായി വന്ന വാർത്ത എന്നത് ഇത് ആദ്യമായാണ്. ഇപ്പോൾ ഈ ഒരു വാർത്ത ലോകം മുഴുവനും വലിയൊരു ചർച്ചയ്ക്ക് കാരണമായി. കാരണം നമ്മൾ ഈ ഒരു സ്ഥലത്ത് യുദ്ധം നടക്കരുത് എന്ന് പറയുന്നു, അതേസമയം നമ്മൾ ഇസ്രായേലിലേക്ക് ആയുധങ്ങളും കയറ്റുമതി ചെയ്യുന്നുവെന്ന്. പക്ഷെ സത്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ചെക്യ റിപ്പബ്ലിക്, ആ നാടിന്റെ ഗവൺമെന്റ് ഒഫീഷ്യലായി ഒരു സ്റ്റേറ്റ്മെന്റ് സ്പെയിൻ ഗവൺമെന്റിന് കൊടുത്തു. ചെക്യ റിപ്പബ്ലിക് ചെയ്തത് എമ്യുനേഷൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന ഇന്ത്യയിലുള്ള സ്റ്റേറ്റ് ഓൺഡ് ആർട്ടിലറി എമ്യുനേഷൻ നിർമ്മിക്കുന്ന കമ്പനിക്ക് 80,000 യൂണിറ്റ് ഓഫ് 120 mm മോട്ടോർ ഷെൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ ആയുധങ്ങൾ എന്നത് ഇവിടെ നിന്ന്, അതായത് ചെന്നൈയിൽ നിന്ന് സ്പെയിൻ വഴി സൊവേനിയയിലേക്ക് പോകേണ്ടതാണ്. അവിടെ നിന്നും ആ ഒരു ചരക്ക് ഇറക്കി കരവഴി ചെക്യ റിപ്പബ്ലിക്കിലേക്ക് കൊണ്ടുപോകും. ഇതാണ് സത്യത്തിലുള്ള റൂട്ട്. എന്നാൽ ഒരുപാട് പേർ പറയാൻ തുടങ്ങിയത് ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ പോകുന്നത് ഇസ്രായേലിലേക്കാണെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കുഴപ്പം ഉണ്ടായത് എന്നും സ്പെയിൻ നാടിന്റെ ഗവൺമെന്റിന് ഇവർ ഒഫീഷ്യലായി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ആയുധങ്ങൾ കൊടുത്തത് ഇസ്രായേലിനല്ല, ചെക്യ റിപ്പബ്ലിക്കിനാണ്. പക്ഷേ സ്പെയിൻ വിചാരിച്ചത് ഇത് ഇസ്രായേലിലേക്ക് പോകുന്നുവെന്ന്. ഇതാണ് സംഭവിച്ചത്. എന്നാൽ ഈ ഒരു കുഴപ്പത്തിനുള്ള പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ, ആയുധങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ റൂട്ട് എന്നത് ഓപ്പണായി പറയില്ല. അങ്ങനെ പറയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാൻ കാരണം. ഇതിനെ സ്പെയിൻ എങ്ങനെ റിയാക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് തന്നെ അറിയണം. തീർച്ചയായും കപ്പലിന് ആവശ്യമായ സഹായങ്ങൾ അവർ ചെയ്യും. സ്ലോവേനിയയിൽ നിന്നും ചെക്യ റിപ്പബ്ലിക്കിലേക്ക് പോകുന്ന ആ ഒരു റോഡ്, ആ റോഡിൽ പോലും വളരെ വ്യക്തമായ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അവർ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് അനുസരിച്ച് സ്ലോവേനിയയിൽ നിന്നും ചെക്യയിലേക്കാണ് ഈ ഒരു ആയുധങ്ങൾ പോകുന്നു എന്നുള്ളത് അവരെ കൊണ്ട് 100% വ്യക്തമായി പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ആണ് സ്പെയിനിലേക്ക് കൊടുത്തത്. ഇപ്പോൾ ഒരു വ്യക്തമായ എവിഡൻസ് ഉണ്ട് ഇത് ചെക്യയിലേക്കാണ് പോകുന്നതെന്നുള്ളത്. അവർ എന്തുകൊണ്ട് ഈ ആയുധങ്ങൾ വാങ്ങുന്നു എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. സത്യത്തിൽ യൂറോപ്പിനെ നോക്കിയാൽ അവർക്കിപ്പോൾ ആർട്ടിലറി ഷെൽസിന് ഒരുപാട് ക്ഷാമമുണ്ട്. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം. ഒരുപക്ഷെ അതുകൊണ്ട് അവർ വാങ്ങിയിട്ടുണ്ടാകാം. അമ്യുനേഷൻ ഇന്ത്യ ലിമിറ്റഡിൽ പോലും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തിടെ ആർട്ടിലറി ഷെൽസിന്റെ ഡിമാൻഡ് എന്നത് വളരെയധികം കൂടിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ തന്നെ ഒരുപാട് ഉൽപ്പാദിപ്പിച്ച് വെസ്റ്റേൺ നാടുകൾക്ക്, നാറ്റോയിലെ നാടുകൾക്ക് കൊടുക്കുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവരും വാങ്ങിയിട്ടുണ്ടാകാം. പക്ഷെ പല കുഴപ്പങ്ങൾ കാരണം ഇത് ഇസ്രായേലിലേക്കാണ് പോകുന്നത് എന്ന് ചിന്തിച്ച് സ്പെയിൻ അവരുടെ കപ്പൽ തുറയിൽ ആ കപ്പൽ നിർത്താൻ അനുവദിച്ചതുമില്ല. ഇത്ര മാത്രമാണ് കാര്യം. ഇതിനുശേഷമാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുന്നത്. ഇറാന്റെ പ്രസിഡന്റ് മരിച്ചു എന്ന വാർത്ത അറിഞ്ഞ ഉടനെ, ഒഫീഷ്യലായി കൺഫേം ചെയ്ത ഉടനെ, പാശ്ചാത്യ രാജ്യങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട്സ്, പ്രോ നേറ്റോ ആയവരുടെ ട്വിറ്റർ അക്കൗണ്ട്സിൽ ഒരു വീഡിയോ പബ്ലിഷായി. അതിൽ ടെഹ്റാനിൽ ഒരുപാട് പേർ പടക്കം പൊട്ടിക്കുന്നുണ്ട്. അതായത് ഇറാന്റെ പ്രസിഡന്റ് മരിച്ചത് അവർ ആഘോഷിക്കുന്നു എന്നുള്ള ഒരു ന്യൂസ് പുറത്തു വന്നു. അതുമാത്രമല്ല, ലണ്ടനിലുള്ള ഇറാനിയൻ എംബസിക്ക് മുൻപിൽ വന്ന് നിന്ന്
ഒരുപാട് പേർ ഇറാനിൽ നിന്നും പുറത്തേക്ക് വന്നവർ, ലണ്ടനിൽ വന്ന് താമസിക്കുന്നവർ ഡ്രംസ് വായിച്ച് അത് ആഘോഷിക്കാൻ തുടങ്ങി. ഈ ഒരു ന്യൂസും പുറത്തു വന്നു. ഈ സമയത്ത് ഒരുപാട് പേർ പറഞ്ഞത് അവിടെയുള്ള ജനങ്ങൾക്ക് സർവാധികാരം എന്നുള്ളത് ഇഷ്ടമായിരുന്നില്ല. ജനങ്ങളെ നിർബന്ധിപ്പിച്ച് അങ്ങനെ ഒരു കൂടിനുള്ളിൽ അടച്ചു വെച്ചിരിക്കുകയായിരുന്നുവെന്ന് പാശ്ചാത്യ രാജ്യങ്ങളുടെ മീഡിയ ഔട്ട്ലെറ്റ് ആ ഒരു മീഡിയ ഉപയോഗിച്ച് ഒരു കഥ പറയാൻ തുടങ്ങി. ഈ കഥ പറയുന്നവരാരും തന്നെ ഇറാനിലേക്ക് പോയില്ല. പുറത്തു നിന്നാണ് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറയുന്നത്. ഇപ്പോൾ ഒരു ജർമ്മൻ ന്യൂസ് ഔട്ട്ലെറ്റ് ചെയ്തത് നേരിട്ട് ഇറാനിലേക്ക് പോയിട്ട് ചില ഫൂട്ടേജസ് എടുത്തു. അങ്ങനെ എടുത്ത മീഡിയ പേഴ്സൺ ചെയ്തത് ഇറാനിലെ വളരെ ശാന്തമായ ഒരു സ്ഥലം തേടി തിരഞ്ഞു പോയി ആ സ്ഥലത്ത് ക്യാമറ സെറ്റ് ചെയ്തിട്ട് കാണുക, ഇറാനിലെ ജനങ്ങൾ നോർമലായ ജീവിതമാണ് നയിക്കുന്നത്. ആർക്കും തന്നെ ഇറാൻ പ്രസിഡന്റ് മരിച്ചു എന്നതിൽ യാതൊരു ദുഃഖവുമില്ല. അവരവരുടെ ജീവിതം നോക്കി പോകുന്നു എന്നുള്ള അങ്ങനെ ഒരു കഥ തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ സ്ഥലത്ത് നിന്നും വീഡിയോ എടുത്തു. ഇപ്പോൾ ആ വീഡിയോ എടുത്ത ആളെ ശ്രദ്ധിച്ച ഇറാനിലെ ജനങ്ങൾ ചെയ്തത് അയാളുടെ ഹോട്ടലിലേക്ക് അയാളെ പിന്തുടർന്ന് പോയിട്ട് ആ ഹോട്ടലിന് മുൻപിൽ ആയിരക്കണക്കിന് ആളുകൾ നിന്ന് ആ ഒരു മീഡിയയിലുള്ള വ്യക്തിയെ പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് എടുത്ത വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം അവർക്ക് എന്താണോ പുറം ലോകത്തിന് കാണിക്കേണ്ടത് അതുപോലെയാണ് അവർ വീഡിയോ എടുത്തത്. സത്യത്തിലുള്ള സിറ്റുവേഷൻ എന്താണെന്ന് ആർക്കും അറിയില്ല. കള്ളം പറയാൻ പാടില്ല. ആ ഒരു വീഡിയോ അയാൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ഹോട്ടലിന് മുൻപിൽ നിന്ന് പ്രതിഷേധം നടത്താൻ തുടങ്ങി. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ഈ ഒരു പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ മീഡിയാസ് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കഥയെടുക്കാൻ തയ്യാറാകുമെന്നുള്ളത്. ലോകത്തിലെ എല്ലാ മീഡിയാസിനെയും കുറ്റം പറയണം എന്ന് ചിന്തിച്ചാൽ തീർച്ചയായും കുറ്റം പറയാൻ സാധിക്കും. കാരണം ഓരോ മീഡിയയും ഓരോ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും. ഇപ്പോൾ അൽ ജസീറ എടുത്താലും അവരും അതുപോലെ തന്നെയാണ്. POK പ്രശ്നത്തിൽ പോലും ഗവൺമെന്റ് എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് അവർ ന്യൂസാക്കി പുറത്ത് വിട്ടില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതേ അൽ ജസീറ ശശി തരൂരിനെ ഇന്റർവ്യൂ എടുത്തപ്പോൾ എന്തൊക്കെ ചോദ്യം ചോദിച്ചു എന്നുള്ളതും ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ POKയിൽ ഇതാണോ നടക്കുന്നത് എന്നുള്ളത് പറയാതെ അത് മറയ്ക്കുകയും ചെയ്തു. ഇങ്ങനെ ഓരോ മീഡിയ ഔട്ട്ലെറ്റും ഓരോ കൺട്രീസിന് സത്യസന്ധതയുള്ളവരായിരിക്കും. അതിലും പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടും. അവർക്ക് എന്താണോ ലോകം അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ മാത്രമേ അവർ വിവരിക്കാൻ ശ്രമിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രശ്നം നടക്കുന്നു, ഇസ്രായേലിലും പാലസ്തീനും ഒരു പ്രശ്നം നടക്കുന്നു എന്നുണ്ടെങ്കിൽ പാലസ്തീനെ സപ്പോർട്ടായി സംസാരിക്കുന്ന മീഡിയാസും ഇസ്രായേലിനെ സപ്പോർട്ടായി സംസാരിക്കുന്ന മീഡിയാസും പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. രണ്ടുപേരും സംസാരിക്കുന്നത് വെച്ച് രണ്ടിൽ ഏതാണ് സത്യം എന്നുള്ളത് ഏതാണ് കള്ളം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ യഥാർത്ഥ സംഭവം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എപ്പോഴും ഒരു വാർത്ത ഒരേ ഒരു ചാനലിൽ മാത്രം കാണരുത്. മറ്റൊരുപാട് ചാനലുകൾ കാണണം എന്നുള്ളതിന് ഇത് നല്ലൊരു ഉദാഹരണമാണ്. ഇതോടുകൂടി ചേർത്ത് മറ്റൊരു ഉദാഹരണം പറയണമെങ്കിൽ 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് ബംഗ്ലാദേശിനുള്ളിൽ കടന്ന് ആശുപത്രിക്ക് നേരെയും സ്കൂളുകൾക്ക് നേരെയും ബോംബുകൾ എറിഞ്ഞുവെന്ന് BBC കവർ ചെയ്തു. ആ ഒരു ഫൂട്ടേജ് ഇപ്പോൾ പോലും യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ പോലും അത് കാണാൻ സാധിക്കും. എന്നാൽ ആ ഒരു അതേ BBC പാകിസ്ഥാൻ ആ സ്ഥലത്ത് എത്ര ജനങ്ങളെ കൊന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു വാർത്ത പോലും പുറത്തിറക്കിയില്ല. ഇങ്ങനെയാണ് ലോകത്തിലെ എല്ലാവരും പ്രവർത്തിക്കുന്നത്. അതനുസരിച്ച് നമ്മളെ മാറ്റണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.